നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നതിന് സമാനമായ ആശയങ്ങൾ എല്ലാ വേദഗ്രന്ഥങ്ങളിലും മതഗ്രന്ഥങ്ങളിലുമൊക്കെ ഉണ്ട്. കരുണ, നീതി, സത്യം, ഇതിനൊക്കെ മരണാനന്തര ജീവിതത്തിലോ ചിലപ്പോഴൊക്കെ ഈ ഭൂമിയിൽ തന്നെയോ റിവാർഡ് ചെയ്യപ്പെടുകയോ പണിഷ് ചെയ്യപ്പെടുകയോ ചെയ്യുമെന്നാണ് സെമിറ്റിക് മതങ്ങളും ഒക്കെ പറയുന്നത്. ഹിന്ദുമതത്തിൽ അത് മോക്ഷത്തിൻ്റെ രൂപത്തിലും പുണ്യത്തിൻ്റെ രൂപത്തിലും ഒക്കെ തിരികെ ലഭിക്കും എന്ന വിശ്വാസമുണ്ട്. ഇതൊരാൾക്ക് മാത്രമുള്ളതല്ല, നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ചില മനുഷ്യരൊക്കെ ചിലയിടങ്ങളിൽ നിന്നൊക്കെ അപ്രത്യക്ഷരായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ആ ലൈം ലൈറ്റിൽ അവരെക്കുറിച്ച് ഓർക്കാറില്ല, അവരെ കാണാറില്ലെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കോണിൽ അവർ കിടന്ന് പ്രയാസങ്ങളോട് മല്ലിടുകയും പോരാടുകയും ദുഃഖങ്ങളും വേദനകളുമൊക്കെ ആരാലും ശ്രദ്ധിക്കാത്ത വിധം ഇങ്ങനെ കിടന്ന് പുളഞ്ഞും പിടഞ്ഞും ഒക്കെ അനുഭവിക്കുമ്പോൾ അവരുടെ മനസ്സുകളിൽ എന്തായിരിക്കും തോന്നുക എന്നത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. ഞാൻ പറയുന്നത് ബിൽ ക്ലിൻ്റനെ കുറിച്ചാണ്. അധികാരത്തിൻ്റെ സ്ഥാനമൊക്കെ അണിഞ്ഞ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പദവിയൊക്കെ അണിഞ്ഞ് വളരെ തിളക്കത്തോടെ വളരെ ഗ്ലാമറസായി വളരെ ഉയർന്ന പോസ്റ്റിൽ ഒക്കെ ജോലി ചെയ്ത് ധീരനും വീരനും വീരശൂര പരാക്രമിയും ഒക്കെയായി മാറിയ ശേഷം 2 തവണ മത്സരിച്ച് കഴിഞ്ഞാൽ പിന്നീട് അമേരിക്കൻ പ്രസിഡൻ്റായി വീണ്ടും മത്സരിക്കാനാവാത്തതുകൊണ്ട് പിന്നെ ഏറ്റവും സുഖകരമായ ഒരു റിട്ടയർമെൻറ്റ് അഥവാ പോസ്റ്റ് പ്രസിഡൻഷിപ്പ് ലൈഫാണ് അമേരിക്കൻ ഭരണകൂടം അവർക്ക് നൽകുന്നത്. അത് സുഖകരം എന്നത് ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലാണ്. അങ്ങനെ മനുഷ്യർക്കൊരുക്കാൻ കഴിയാത്തവണ്ണം വിധിയാൽ ചിലതൊക്കെയും സംഭവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ വാർത്തകളൊന്നും നമുക്ക് അത്രമേൽ കേൾക്കാനാവില്ല, അറിയാനുമാവില്ല. ഈ അടുത്ത സമയത്താണ് എപ്സ്റ്റൈൻ ഫയൽ പുറത്തു വന്നത്. അതിൽ ബിൽ ക്ലിൻ്റൻ്റെ ചിത്രവും കൂടെ നീന്തുന്നവരുടെ ചിത്രവും ഒക്കെ ഉണ്ടായിരുന്നു. അന്നൊരു പക്ഷേ ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും ആവേശത്തോടെ ഇഷ്ടത്തോടെ ഒക്കെ ചെയ്ത മനസ്സിന് സമാധാനമോ സന്തോഷമോ ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയ പ്രവൃത്തികളാണ്. അതോടൊപ്പം അമേരിക്കൻ പ്രസിഡൻ്റ് ആവുക എന്ന് പറയുന്നതിൻ്റെ ഒരു കരുത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിലും സ്നേഹിക്കുന്നതിലുമൊക്കെയാണ് അമേരിക്കയ്ക്കകത്ത് ലഭിക്കുന്നതെങ്കിൽ ആ രാജ്യാതിർത്തിക്ക് പുറത്ത് പലപ്പോഴും ആക്രമിക്കുകയും കൊല്ലുകയും നശീകരണ ആയുധങ്ങൾ വിൽക്കുകയും അത് നൽകുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നതിലാണ്. എത്ര രാജ്യങ്ങളിൽ തങ്ങളുടെ കോളനി ഉണ്ടാക്കി, എത്ര രാജ്യങ്ങളിൽ മിലിറ്ററി ബേസ് ഉണ്ടാക്കി, ഇതൊക്കെയും ഒരു പരിഗണനാ ഘടകങ്ങളാണ്. ഈ ഘടകങ്ങളൊക്കെയും കണക്ക് കൂട്ടി എന്തൊക്കെയോ ആണെന്നോർത്ത് അതിന് പിരിഞ്ഞതിന് ശേഷം പിന്നീടുള്ള അവസ്ഥ ഞാൻ ഈ എപ്സ്റ്റൈൻ ഫയൽ വന്നപ്പോഴാണ് ബിൽ ക്ലിൻ്റനെ കുറിച്ച് കുറച്ച് ആഴത്തിൽ വായിക്കുകയും തിരക്കുകയും ഒരു തൽസ്ഥിതി വിവരങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഏറ്റവും പ്രയാസകരവും ദുഃഖകരവുമായ അവസ്ഥയിൽ അദ്ദേഹം കഷ്ടപ്പെടുകയാണ്, പൊരുതുകയാണ്. അയൽരാജ്യങ്ങളോടല്ല, സ്വന്തം ജീവനോട്, വേദനകളോട്. അതായത് സ്കിൻ ക്യാൻസർ, ഹാർട്ടിൻ്റെ നിരവധിയായ രോഗങ്ങൾ, ലിവറിൽ നിരവധിയായ പ്രശ്നങ്ങൾ അടക്കമുള്ളവയുമായി ഒരു നമ്മൾ പറയുന്ന വെന്റിലേഷൻ അല്ലെങ്കിൽ വെന്റിലേറ്റർ സെറ്റപ്പ് എന്ന് പറയാവുന്നത് പോലെയുള്ള ഒരു സെറ്റപ്പ് ഒരുക്കി അതിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. അതൊന്നും ആർക്കും എവിടെയും എപ്പോഴും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ സന്ദർഭത്തിൻ്റെ വേളയിൽ നമ്മൾ ഉറപ്പായും എൻ്റെ കാലം കഴിഞ്ഞുവെന്നും ഇനി ഞാനൊരു മരണത്തിൻ്റെ പടിവാതിൽക്കലാണെന്നും ഓർക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഓർക്കുമ്പോൾ മനസ്സിൽ ഓർക്കാൻ കുറേ നന്മകളെങ്കിലും ഉള്ളവർ സന്തോഷവാന്മാരാണ്. അവിടെ അവർക്കൊരു മനസമാധാനം കിട്ടിയെന്ന് വന്നേക്കും. ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ എനിക്ക് കൂട്ടിനുണ്ട് എന്ന തരത്തിൽ. അതേസമയം ദുഷ്കർമ്മങ്ങളാണ് എല്ലാം ചെയ്തു പോയെങ്കിൽ അതിന് പാപപരിഹാരമില്ലാത്തവണ്ണം ഏറ്റവും ഭയചകിതനും അസ്വസ്ഥനും മാനസികമായി തകർന്ന നിലയിലും ഒക്കെ ആയിരിക്കും ആ അവസാന നിമിഷങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുക. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ആ റിപ്പോർട്ടുകൾ ഇങ്ങനെ കണ്ടപ്പോൾ ആരായിരുന്നു ബിൽ ക്ലിൻ്റൻ എന്നും ഇപ്പോൾ ആരാണ് ബിൽ ക്ലിൻ്റൻ എന്നും ഇപ്പോൾ പുറത്തു വന്ന ചിത്രങ്ങളിലൂടെ ആളുകൾ ബിൽ ക്ലിൻ്റനെ എങ്ങനെ വിലയിരുത്തുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണെന്നും ഉള്ളതിൻ്റെ ഒരു താരതമ്യം അത്ഭുതപ്പെടുത്തി, ആശ്ചര്യപ്പെടുത്തി. അതുതന്നെ.